ഇന്ന് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആകുന്ന ഒരു കാര്യം നമ്മൾ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ശ്രദ്ധിച്ചിരിക്കണേ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എനിക്ക് വാട്സപ്പിൽ 1-2 പേര് ചോദിച്ചു ഇങ്ങനെ തെറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പം എന്നുള്ളത്. അപ്പം ഇന്ന് നമുക്കത് നോക്കാം. ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പറഞ്ഞു, പറയാറുണ്ടായിരുന്നു, പറയുമായിരുന്നു, പറഞ്ഞിരുന്നു. എന്താണ്? പറഞ്ഞു, പറയാറുണ്ടായിരുന്നു, പറയുമായിരുന്നു, പറഞ്ഞിരുന്നു. എല്ലാം ഒരു പ്രവൃത്തിയാലുള്ള കളിയാണ് അല്ലേ? പക്ഷെ ഇത് നമ്മൾ ഒരുപാട് പറയുന്നതുമാണ്. അപ്പൊ നമുക്കിത് തെറ്റുപറ്റിപ്പോ. എന്തൊക്കെയാണ് ഓർത്തിരിക്കുക? പറഞ്ഞു, പറയാറുണ്ടായിരുന്നു, പറയുമായിരുന്നു, പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. പറഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞു പോയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഐ സെഡ് എസ്, ഞാൻ എസ് പറഞ്ഞു. കാരണം സേയുടെ പാസ്റ്റ് സെഡ് നമ്മൾ ഉപയോഗിച്ചു. ഹി സെഡ് നോ, അവൻ നോ പറഞ്ഞു. പറഞ്ഞു എന്നല്ലേ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സെഡ് എന്ന് പറയുന്നത് നമ്മൾ സേ എന്ന് പറയുന്ന വേർബിന്റെ പാസ്റ്റ് ഫോം ആണ് സെഡ് എന്നുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞു എന്ന് ഐ സെഡ് എന്നാണ് എങ്കിൽ ഞാൻ എടുത്തു എന്നും എങ്ങനെ തന്നെയാണ്? ഐ ടുക്ക് എന്നാണ്. ഞാൻ വായിച്ചു എന്ന് എങ്ങനെ പറയും? ഐ റെഡ് എന്നാണ്. അപ്പൊ എല്ലാ സെന്റൻസുകളും എല്ലാ വേർബുകളും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓർത്തിരിക്കണം കേട്ടോ. പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാ വേർബുകളും വേർബിന്റെ സെക്കൻഡ് ഫോമിലോട്ട് മാറണം. അതായത് കേട്ടു, വായിച്ചു, കണ്ടു എന്നൊക്കെയാണെങ്കിൽ എന്തായി മാറും? വാച്ച്ഡ്, സോ, പിന്നെ ജംപ്ഡ്, റാൻ, ഇങ്ങനെയൊക്കെ ആയിട്ട് മാറും. ഐ സെഡ് യെസ്, ഹി സെഡ് നോ, ഐ സെഡ്, ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഇനിയാണ് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ പറയുമായിരുന്നു. ഇതാണ്. എങ്ങനെയാണ്? ഞാൻ പണ്ടൊക്കെ അങ്ങനെ പറയുമായിരുന്നു. പറഞ്ഞു എന്ന് പറഞ്ഞു, പറയുമായിരുന്നു എന്നും പറഞ്ഞു. അപ്പൊ അതെങ്ങനെ നമുക്ക് പറയാം? അതും നമ്മൾ കഴിഞ്ഞ പ്രീ ക്ലാസ്സുകൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. പറയുമായിരുന്നു. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വുഡ് ആണ്. അപ്പൊ ഇതൊക്കെ കുറെയൊക്കെ കേട്ടവർ ചോദിക്കും എന്തുകൊണ്ട് യൂസ്ഡ് ടു ഉപയോഗിക്കുന്നില്ല എന്ന്. കാരണം നമ്മൾ വുഡും യൂസ്ഡ് ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കാലത്ത് ആ ഒരു പ്രവൃത്തി നമ്മൾ ആവർത്തിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ വുഡാണ് ഉപയോഗിക്കുന്നത്. മൈ ഗ്രാൻഡ് ഫാദർ വുഡ് ടെൽ സ്റ്റോറീസ്. വുഡ് ടെൽ സ്റ്റോറീസ്. മൈ ഗ്രാൻഡ് ഫാദർ വുഡ് ടെൽ സ്റ്റോറീസ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ സ്റ്റോറീസ് പറയുമായിരുന്നു. പറയുമായിരുന്നു. ഐ വുഡ് ഡ്രൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യുമായിരുന്നു. പറയുമായിരുന്നു എന്ന് നമ്മൾ പറയാൻ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? വുഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. പറഞ്ഞു എന്ന് നമ്മൾ പറയാൻ സെക്കൻഡ് ഫോം ഉപയോഗിച്ചു. പറയുമായിരുന്നു എന്ന് നമ്മൾ പറയാൻ വുഡ് വേർബിന്റെ ഫസ്റ്റ് ഫോമും നമ്മൾ ഉപയോഗിച്ചു. ഇനി ഞാൻ പറയാറുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് യൂസ്ഡ് ടു ആണ്. ഐ യൂസ്ഡ് ടു സേ ദാറ്റ്. ഐ യൂസ്ഡ് ടു സേ ദാറ്റ്. ഞാൻ അത് പറയാറുണ്ടായിരുന്നു. ഞാനത് പറയാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു സേ ദാറ്റ്. ഷീ യൂസ്ഡ് ടു സിങ് സോങ്. അവള് പാട്ട് പാടാറുണ്ടായിരുന്നു. അപ്പൊ ചെയ്യാറുണ്ടായിരുന്നു, പറയാറുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാൻ യൂസ്ഡ് ടു വേർബിന്റെ ഫസ്റ്റ് ഫോമുമാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി ഞാൻ പറയാണ്, ഞാൻ പറഞ്ഞായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം. നീ ഇങ്ങോട്ട് എന്തിനാ വന്നേ? ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞായിരുന്നു. ഐ ഹാഡ് ഓൾറെഡി സെഡ് ദാറ്റ്. ഐ ഹാഡ് ഓൾറെഡി സെഡ് ദാറ്റ്. അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഹാഡ് ആണ്. ഹാഡ് ഉപയോഗിക്കാൻ കാരണം നമ്മൾ രണ്ട് കാര്യങ്ങൾ, അതായത് നീ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിന്നോട് ഞാനത് പറഞ്ഞായിരുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് നടക്കുന്ന സമയത്താണ് നമ്മൾ ഹാഡും V3യും ഉപയോഗിക്കുന്നത്. ഐ ഹാഡ് സെഡ് ദാറ്റ്. ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ
പറഞ്ഞായിരുന്നു, അതിന് മുമ്പും പിമ്പും ഒക്കെ പ്രവർത്തികളുണ്ട്, അത് ഓർത്തിരിക്കുക. പറഞ്ഞായിരുന്നു, ഐ ഹാഡ് സെഡ് ദാറ്റ്. ഈ ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. ഷീ ഹാഡ് ടോൾഡ് മീ ട്രൂത്ത്. അവള് സത്യം പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞു വേർബിന്റെ സെക്കൻഡ് ഫോം നമ്മൾ ഉപയോഗിച്ചു. പറയാറുണ്ടായിരുന്നു, യൂസ്ഡ് ടു വേർബ് ഫസ്റ്റ് ഫോം ഉപയോഗിച്ചു. പറയുമായിരുന്നു, വുഡ് വേർബിന്റെ ഫസ്റ്റ് ഫോം നമ്മൾ ഉപയോഗിച്ചു. പറഞ്ഞായിരുന്നു, അതിന് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഹാഡ് വേർബിന്റെ തേർഡ് ഫോമും ഉപയോഗിച്ചു. ക്ലിയർ ആയോ? അങ്ങനെ ഞാൻ നിങ്ങൾക്കൊരു എടുത്തു എന്നുള്ള ടേക്ക് എന്ന് പറഞ്ഞ വേർബ് തരികയാണ്. ടേക്ക് എന്ന് പറയുന്ന വേർബ് ഉപയോഗിച്ച് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ ചെയ്യണം. ഞാൻ എടുത്തു, ഞാൻ എടുക്കുമായിരുന്നു, ഞാൻ എടുക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ പറഞ്ഞ ഈ ഒരു രീതിയിൽ നമ്മുടെ കമന്റ് ബോക്സ് ചെയ്യണം. അപ്പോൾ ഓർത്ത് വെക്കുക, വുഡ് വേർബിന്റെ ഫസ്റ്റ് ഫോം, യൂസ്ഡ് ടു വേർബിന്റെ ഫസ്റ്റ് ഫോം, വേർബ് സെക്കൻഡ് ഫോം, ഹാഡ് V3. ഇത് പലർക്കും പല രീതിയിൽ തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. ചിലവർക്ക് എളുപ്പം ആയ ഒരു കാര്യമാണ്, എന്നാലും കൂടുതൽ ആൾക്കാർക്കും ഇത് തെറ്റിപ്പോവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഹാർഡ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ അത് ഒരു വാക്കല്ലേ, ഒരു വേർബല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് എന്താന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഈ സംശയം തീർന്നില്ലേ? അപ്പൊ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ തന്നെ കണ്ടിട്ടുണ്ടെന്നും വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ. ഞാനും വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ എല്ലാ ദിവസവും വീഡിയോ കണ്ടില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. എല്ലാ ദിവസവും എനിക്ക് പറ്റില്ല. ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഇടും. കാരണം നമുക്ക് വേറെയും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ നാളെ മുതൽ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി എൻ്റെ അടുത്ത് ചേർന്ന് പേഴ്സണലായിട്ട് സംസാരിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.